മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർവുറ്റിയിലെ നസ്രത്ത് കുടുംബധ്യാന കേന്ദ്രത്തിൽ ഡിസംബർ 11 മുതൽ 14 വരെ സിസ്റ്റർ ഷെറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബധ്യാനത്തിൽ പങ്കെടുത്ത കുടുംബമാണ് ഞങ്ങളുടേത്. അവിടെ സോഷ്യൽ മീഡിയയുടെ ഡീമെറിറ്റ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നു. അവിടെ നിന്ന് ലഭിച്ച ആശയങ്ങളെ ക്രോഡീകരിച്ച് പറയുന്നതിനുള്ള ഞങ്ങളുടെ എളിയ ശ്രമത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, ഗാർഹിക സഭയാണ്. ഇന്ന് സാത്താൻ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് കുടുംബങ്ങളെയാണ്. കാരണം അവിടെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചാൽ ലോകത്തിൽ കൂടുതൽ നാശം വരുത്താൻ അവന് സാധിക്കും എന്നവൻ ചിന്തിക്കുന്നു. അതിനവൻ കൂട്ടുപിടിച്ചിരിക്കുന്നതോ സാമൂഹ്യ മാധ്യമങ്ങളെ. അതെ, ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം. നാം ചിന്തിക്കുന്നതിനപ്പുറമാണ് അത് കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗത്തിലൂടെ നമുക്ക് സംഭവിക്കുന്ന ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചാലോ? എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. സോഷ്യൽ മീഡിയ നമ്മുടെ കുടുംബങ്ങളിലെ പ്രശാന്തതയെ ബാധിക്കുന്നുണ്ടോ? കുടുംബം ഒരുമിച്ച് ഇരിക്കേണ്ട സമയം, സംസാരിക്കേണ്ട സമയം, പ്രാർത്ഥിക്കേണ്ട സമയം എല്ലാം അത് തട്ടിയെടുക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കളോടും മറ്റു ബന്ധുക്കളോടും കുടുംബ സുഹൃത്തുക്കളോടുമൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് നാം പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ തിന്മയുടെ വശങ്ങളെക്കുറിച്ച് മാപ്പപേക്ഷിച്ച് ആ തിന്മകളിൽ നിന്നും പിന്തിരിയാൻ നമുക്ക് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ കുടുംബങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ. എഫേസോസ് 5:16 പറയുന്നു, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. നമ്മുടെ വ്യക്തിത്വത്തെ സോഷ്യൽ മീഡിയ എത്ര സ്വാധീനിക്കുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടുള്ളവർ ചെയ്യുന്ന പോലെ ഒരു 10 മിനിറ്റ് നടക്കാൻ പോകാൻ ഇപ്പോൾ സമയം കണ്ടെത്താൻ എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ. നമ്മുടെ ആരോഗ്യത്തെ അതൊക്കെ ബാധിക്കുന്നുണ്ട് കേട്ടോ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന അസുഖങ്ങളുടെ പിന്നിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യത്തെയും അത് ബാധിക്കുന്നു. പല ബിഹേവിയറൽ ചേഞ്ചസ്, ഡിപ്രഷൻ, മുതിർന്നവരിൽ പോലും കാണുന്ന ഇൻട്രോവേർട്ട് നേച്ചർ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അങ്ങനെ നീളുന്നു മാനസിക തലത്തിലുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ കുറഞ്ഞുവെന്ന് തോന്നുന്നില്ലേ? അതിനു പകരം തെറ്റായ ബോധ്യങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ടോ? മോശം വെബ്സൈറ്റുകളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരും വിരളമല്ലല്ലോ. സോഷ്യൽ മീഡിയ തെറ്റായ ബന്ധങ്ങളിലേക്കും ഈ തലമുറയെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിലെ മൂല്യബോധങ്ങളെ കുറയ്ക്കുന്നതിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ചെറുതൊന്നുമല്ല. ഇതിനെല്ലാം കാരണം സോഷ്യൽ മീഡിയയുടെ സ്മാർട്ട് ഫോണിൻ്റെ അഡിക്ഷനല്ലേ? നമ്മുടെ വ്യക്തിത്വത്തിൽ വളർന്നു വരുന്ന സാമൂഹ്യ മാധ്യമത്തിൻ്റെ സ്വാധീനത്തിൻ്റെ തിന്മയുടെ വശങ്ങളെക്കുറിച്ച് മാപ്പ് അപേക്ഷിച്ച് ആ തിന്മകളിൽ നിന്നും പിന്തിരിയാൻ നമുക്ക് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നു, ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്ന മേഖലകൾ ഒന്ന് നോക്കിയാലോ? ഇപ്പോഴത്തെ കുട്ടികളിൽ സ്ക്രീൻ ടൈം അഡിക്ഷൻസ്, പ്രത്യേകിച്ച് വീഡിയോ ഗെയിം അഡിക്ഷൻസ് കൂടുതലല്ലേ? അതവരുടെ പേഴ്സണാലിറ്റിയെ എങ്ങനെ ബാധിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഔട്ട്ഡോർ ഗെയിംസിന് കുട്ടികളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ കുഞ്ഞുങ്ങളെ പഠന മേഖലയിൽ താൽപ്പര്യക്കുറവിലേക്കും ശ്രദ്ധക്കുറവിലേക്കും എത്തിച്ചിരിക്കുന്നു. സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങളിൽ വരുത്തുന്ന കണ്ണിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നാം അറിവുള്ളവരാണല്ലോ. സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസും അതിൽ കാണുന്ന പലതും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള അഭിനിവേശവും അപകടകരമായ പല സംഭവങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ എത്തിച്ചേക്കാം. ഭക്ഷണ രീതികളിലും വളരെയധികം മാറ്റം കുട്ടികളിൽ കാണുന്നുണ്ടല്ലോ. ജങ്ക് ഫുഡിനും ഫാസ്റ്റ് ഫുഡിനും പ്രിയമേറിയിരിക്കുന്നു.
സ്ക്രീൻ ടൈം ഇല്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെന്നത് മാതാപിതാക്കൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൻ്റെ തിന്മയുടെ വശങ്ങളെക്കുറിച്ച് മാപ്പ് അപേക്ഷിച്ച് ആ തിന്മകളിൽ നിന്നും പിന്തിരിയാൻ നമുക്ക് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ കുഞ്ഞുങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 7-ാം തിരുവചനം. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സത്യങ്ങളെ മൂടിവെക്കാനും അസത്യങ്ങളെ സത്യമാക്കി മാറ്റാനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാധിക്കുമെന്നത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. വൈറലാകുന്ന എല്ലാം സത്യങ്ങളല്ല. മൂല്യച്യുതിയിലേക്ക് നമ്മുടെ സമൂഹങ്ങൾ മുന്നേറുന്നുണ്ടോ? വിഭാഗീയതയും വർഗീയതയും ആളിക്കത്തിക്കുന്ന വാർത്തകൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ടോ? സൈബർ ക്രൈംസ്, പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം, ഡിജിറ്റൽ അറസ്റ്റ് എന്നിവ ഇന്ന് ഒരുപാട് കൂടുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചും നാം ബോധവാന്മാരാകണം. നമ്മുടെ സമൂഹങ്ങളിൽ വളർന്നു വരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ തിന്മയുടെ വശങ്ങളെക്കുറിച്ച് മാപ്പ് അപേക്ഷിച്ച് ആ തിന്മകളിൽ നിന്നും പിന്തിരിയാൻ നമുക്ക് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ശരിയായ രീതിയിൽ വിവേകത്തോടെ ഉപയോഗിച്ചാൽ നമ്മെ വളർത്താൻ അനന്ത സാധ്യതകൾ വെച്ച് നീട്ടിത്തരുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. പക്ഷേ സോഷ്യൽ മീഡിയയുടെ അവിവേകപരമായ ഉപയോഗം മൂലം എത്രയെത്ര ദൂഷ്യവശങ്ങളാണല്ലേ നാം കണ്ടത്. നാം ദൈവത്തിൻ്റെ ആലയങ്ങളായിരിക്കെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് സമർപ്പിക്കാതെ ലോക കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ഇക്കാലത്തെ പ്രവണതയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ സമയമായെന്ന് തോന്നുന്നില്ലേ? അതിനുള്ള ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചെറിയ അജഗണത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് നമുക്ക് മുന്നേറിയാലോ? നാം ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ നസ്രത്തിലെ തിരുക്കുടുംബം പിന്നെയുള്ളതെല്ലാം ക്രമീകരിച്ചു കൊള്ളും. നസ്രത്തിൽ തിരുക്കുടുംബമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. Merry Christmas and a Happy New